കെ മാരിയല്ലേ ഇത്, അവരെ കൂടെയുള്ള വേറെ ഒരുത്ത ഇവൻ രക്ഷപ്പെട്ടയാണ് അതില് നോക്കിയോ. അവൻ ജസ്റ്റ് എസ്കേപ്പ് ആയവരാട്ടോ. അതെട്ടോ കൈസ് ഒരു നോക്കിക്കോണേ, ഒരു നോക്കിക്കോണേ. ഇത് എത്ര പേര് അടിക്കുന്നത് നോക്കിയോളെ. എത്ര 4 പേരൊന്നും നിലത്ത് അടിക്കോട്ടാ. കണ്ട ഹിറ്റ് മാർക്ക് കണ്ട, ആ റെഡ് കാണിക്കുന്ന നല്ല ഹിറ്റ് മാർക്കാ കണ്ട. ഇത് മറ്റവനല്ലടാ നീലേ. ഇത് MRC അലൻ, MRC അലൻ. ഇവന് PP ബാനാണ് അവിടെ. ഇരുന്ന് കഴിക്കാന്ന്. ഇത് മൊത്തം HF ആണ്. മരിയുടെ ഇത് നോക്കിയോ. ഇത് വെടികൊണ്ട് മരിച്ചല്ല നോക്കിയോ, വെടികൊണ്ട് മരിച്ചല്ല. കാര്യം പറയട്ടെ, ഇപ്പൊ കണ്ടോളൂ ഇവൻ. എടാ ഒന്നുകൂടെ പ്ലേ നീലേ. ഇവരുടെ സൗണ്ട് ഭയങ്കര കുറവാണ്, കുറച്ചൊന്നും അടുത്ത്. അണ്ണാ ഇത് നോക്കിയോ, ഇത് ഇവൻ മരിക്കുന്നല്ല, ഈ റേഡിയസിലുള്ള എല്ലാരും മരിക്കും ഒറ്റ അടിക്കുക. അത് അവന്റെ ടീം, അതോ ആ ഗാർബേജ് ബോക്സിന്റെ ബാക്കിങ് അവനും ചാവും. ആണോ? ഇത് അടുത്ത ആളെ നോക്കിയോ. ഇവ ഓടിപ്പോണ POVയില് ഫ്രണ്ടിലുള്ള ഗാർബേജ് ബോക്സ് ഇരിക്കുന്നത് ഈ ബാൻ എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ ഇവന്റെ മെമ്പറാ, പക്ഷെ അവനും ചാവും. ഇപ്പൊ നോക്കിയോ, മരിച്ച്, അവനും മരിച്ച്, ഇവിടെ എല്ലാരും മരിച്ച്. ഇനി അടുത്ത ഇത് എന്റെ POV നോക്കിയോ. കണ്ട് 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 എടാ ഞാൻ എങ്ങനെ മരിച്ചറാ. ഇത് എന്താ ഇതെങ്ങനെ ഇങ്ങനെ വീഴണേ? ഇത് കോസ്മിക് എന്ന് പറഞ്ഞ സെർവർ കളിക്കുന്ന എനിക്കറിയാം. ഇല്ലീഗൽ, ഇത് ശരിക്കും ഇല്ലീഗലാണ്. ബാൻ റൗത്തർ ഹാസ് ബീൻ ബീറ്റൻ ബൈ CK മാരി. അത് ലൈക്ക് ഇവര് ഗണ്ണ് വെച്ചല്ല കൊല്ലനായിട്ട് ലോഗിൽ വരണം, ഇടിച്ചു കൊല്ലുന്നതാ ലോഗിൽ വന്നത്, മനസ്സിലായോ? ആണല്ലേ? ഇത് അടുത്തത് ആ സിറ്റിയിലുള്ള എല്ലാരും ഇവന്മാർ ഇങ്ങനെ ഇവ ഇടിച്ചു കൊല്ലും ഇങ്ങനെ വന്നിട്ട്. എന്നുവെച്ചാൽ ഫിസ്റ്റിന്റെ ഇത് കാണിക്കും 7 പേർക്ക് ഒരുമിച്ച്. അപ്പോ നമ്മളതിലേക്ക് ആദ്യം നമ്മൾ വിചാരിച്ചത് ബഗ്ഗായിരിക്കും എന്നാ, പക്ഷെ നോക്കിയപ്പോ ഇവന്റെ ടീം ACMലെ ആൾക്കാര് എല്ലാം കൂടെ ചെക്ക് ചെയ്തിട്ടൊരു പോസ്റ്റൽ 2 പോസ്റ്റൽ കാണിക്കും നമുക്ക് ലോഗില്, ആൾക്കാർ ഡെഡ് ആണ് എന്റെ അവിടെ. അപ്പൊ പോസ്റ്റർ വെരിഫൈ ചെയ്തപ്പം അതായത് 3 പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്ററിന്റെ 3 സറൗണ്ടിങ്ങിനെ റൗണ്ട് ചെയ്തൊരു സോൺ പോലെ വന്നിട്ട് അതിനകത്ത് ആരൊക്കെ ആ ടൈമിൽ ഉണ്ടായിരുന്നോ എല്ലാരും 1 സെക്കൻഡ് ഒരുമിച്ച് എത്താണ്. ഇപ്പൊ നീലിന്റെ ടീമിലുണ്ടായിരുന്ന 2 പേര്, ബാനിലെ 3 പേര്, പിന്നെ ഇതൊന്നിനും പെടാത്ത 2-3 സിറ്റിസൺസ്, ഗ്യാങ്ങിലുള്ള ഒരാള്, എല്ലാരും ചത്ത് രാത്രി. അത് രാത്രി വെളുപ്പിന് 6 മണിക്കായി 4 മണിക്കായി സിറ്റുവേഷൻ. ഇവൻ ഇടയ്ക്ക് വെച്ച് കത്തിപ്പോയിട്ട് കയറി വന്നിട്ട് ഈ അടി അടിച്ചത്. അതിനു മുമ്പ് വരെ ഇവൻ പുഴുത്തോണ്ടിരിക്കുവായിരുന്നു. സൂപ്പർ. അപ്പൊ ഇപ്പഴും പെർമനന്റ് ബാൻ ആണോ അവനിവിടെ അവിടെ? അവനവിടെ ബാന് മാറ്റത്തില്ല എന്നുള്ളി പറഞ്ഞ. ഇവൻ ആദ്യം നമ്മളത് ഞാൻ സ്റ്റാർട്ടിങ് പോലെ പറയണോ? പറഞ്ഞു. ഇവ ഇങ്ങനെ ഒരു ഇടിങ്ങിൽ ചാവുന്നുണ്ട്. നമ്മൾ വിചാരിച്ച സെർവറിൽ എന്തെങ്കിലും ബഗ് ആയിരിക്കും എന്ന് വെച്ച് സ്റ്റാർട്ടിങ് കുറച്ച് ദിവസം മന്ത്സ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ബഗ് ആയിരിക്കും എന്ന് വെച്ചാൽ സെർവർ മൊത്തം ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ACM ഈ ഇവന്റെ ഗ്യാങ് നീലിന്റെ, അത് കഴിഞ്ഞിട്ട് വേറെ അവിടെ GTR അങ്ങനെ എന്തോ ഒരു 777 എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. അപ്പൊ അവരും വന്നിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഇവരിങ്ങനെ രാത്രി ചത്തുന്നു സിറ്റുവേഷന്റെ ഇടയ്ക്ക്. അപ്പൊ നമ്മളിങ്ങനെ ഓപ്പോസ് ആരെ കൊന്നേന്ന് നോക്കിയപ്പോ മാരി. അപ്പൊ നമ്മള് മാരിക്ക് ഇങ്ങനെ മെസ്സേജ് ഇടും, DM മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കും ബ്രോ ഇങ്ങനെ ആദ്യം അവരെ ഗ്യാങ്ങിലെ ആൾക്കാരെ വിളിക്കുന്നത് FRP ബേസിൽ ഇങ്ങനെ വിളിച്ചിട്ട് പറയും അതേപോലെ മാരിന്റെ ഒന്ന് POV കാണണമെന്ന് പറയും. അപ്പം വന്നത് അവരെ ഗ്യാങ് ലീഡർ ആരോ ഒക്കെ റയോട്ട്, ചാർലി അങ്ങനെ കുറച്ച് പേര് വന്ന് പറയും. സംശയമുണ്ടോ? ആർക്കതിൽ സംശയമില്ലാത്ത? ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമല്ലല്ലോ, അത് HF ആയിരിക്കുമല്ലോ. പറഞ്ഞു. അപ്പൊ അവര് വന്നിട്ട് പറയും ഇവന്റെ POV ഉണ്ട്, ഫുള്ള് കാണിക്കാം, അവ ഇപ്പം ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത്. മറ്റേ എന്നുവെച്ചാൽ ഇവൻ പുറത്തില്ല, സ്ഥലത്തില്ല എന്നൊക്കെയാ പറഞ്ഞ ആദ്യം. ഇവൻ വീട്ടിൽ വന്ന ഉടനെ POV എടുത്ത് കാണിച്ചു തരാന്ന് പറഞ്ഞു, മാരി കാണിച്ചു തരാന്ന് പറഞ്ഞു, ഫുൾ POV ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ പേര് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് ഇവരെ ഗ്യാങ് ലീഡറിന് നമ്മൾ ഈ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു. അപ്പൊ അതിനുശേഷം പുള്ളിക്കാരൻ മാരി എനിക്ക് DM പേഴ്സണലി മെസ്സേജ് അയക്കുക, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നൈസ് കൺവേർട്ടിങ് ബ്രോ. ഇത് ഈ സ്റ്റാർ ഗോഡ് എന്ന് പറയുന്നത് TVA സ്റ്റാർ ഗോഡ് അല്ല, ഇത് KKPPയിലെ അഡ്മിനാ, മനസ്സിലായോ? അല്ല ആർഗൺ. ആരാ പേരെന്താ പുള്ളിയുടെ? ആരുടെ? ഈ അഡ്മിന്റെ പേരെന്താ? എന്റെ സ്റ്റാർക്കും സോമനും, നമ്മൾ രണ്ടുപേരാണ്. അത് അഡ്മിൻസാ, അല്ലാതെ ഞാൻ കൊണ്ടുവന്ന ആൾക്കാരല്ല, മനസ്സിലായ? നീലിനെ ലൈവ് ഇട്ടല്ലേ ഈ നീല് പറഞ്ഞ സമയത്ത്
അവനെ അങ്ങ് എന്തോ മറ്റേ ഫേക്ക് അക്കൗണ്ടുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴത്തേക്കിന് മറ്റേ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നവന്മാരുണ്ട്. നീ ഇവിടെ ഒന്ന് സ്പാം കാണട്ടെ. ഞാൻ ഇവിടെ ഒന്ന് സ്പാം ചെയ്യുമ്പോൾ ഞാനത് മാറ്റുമോ നോക്കാം. നീ ഒന്ന് സ്പാം ചെയ്ത് നോക്കി. ഇവിടെ ഒന്ന് സ്പാം ചെയ്യുമ്പോൾ ഞാൻ ഇതങ്ങ് മാറ്റുമോ നോക്കാം. കാണിച്ചോ. ഇത് മാരിയുടെ DMA. ലൈക്ക് അവൻ ഞാൻ ഇത് അവന്റെ ഗ്യാങ് ലീഡർ വന്നതിന് ശേഷം അവൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മെസ്സേജ് ഇടുന്നേ, ഹലോ ബ്രോ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ പറഞ്ഞു. അയ്യോ പോയ അവൻ മെസ്സേജ് ഇടുന്നേ. അപ്പൊ എന്റെ POV ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഇല്ല ബ്രോ, 4 മണി വരെ ഉള്ളതേ ഉള്ളൂ, അതിനു മുമ്പ് വേറുള്ള POV ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോ ഇപ്പൊ VC വാ സംസാരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ കോളിൽ വന്ന് ഇങ്ങനെയാ പറഞ്ഞത്. അതിന്റെ റെക്കോർഡിങ് മറ്റേ ഫോണിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറയാം. അവൻ ഇങ്ങനെയാ പറയുന്നത്, ലൈക്ക് അവന്റെ PC അവൻ ഇപ്പൊ കറന്റ്ലി അവന്റെ PC സെല്ലാക്കാൻ വേണ്ടി ബാംഗ്ലൂർ വെക്കാം. രാവിലെ 6 മണി വരെ ഇവര് തമ്മിൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ACM-ഉം ബാനക്സ് എന്ന് പറഞ്ഞ ഗ്യാങ്, അതിലാണ് മാരി കളിച്ചത്. HF-ന്റെ ഗ്യാങ് ബാനക്സ്, സെക്കൻഡറി ഗ്യാങ്. അപ്പോ ഇവന്മാര് അതവരെ പേര് ബാനക്സ് എന്ന ഗ്യാങ്ങിന്റെ പേര്. KKBP അഡ്മിൻ വന്ന് വലിച്ചോട്ടെ. അവർക്ക് എന്തായാലും അറിയാം ബാൻ കിട്ടുമോ. അപ്പൊ പിന്നെ ലൈനപ്പിന്റെ പേര് ബാനക്സ് കണ്ടാപ്പി. ഹലോ ഹലോ. അപ്പം ലൈക്ക് അവമെന്ന് പറയണെന്ന് വെച്ചാൽ 6 മണിയായപ്പോഴാണ് സിറ്റുവേഷൻ കഴിഞ്ഞ POV നിർത്തിയത്. അപ്പം ഇത് നമ്മൾ ചോദിക്കുന്ന ഏകദേശം ഇത് 10 മണിയാ. നമ്മൾ ചോദിച്ച എത്ര മണിക്കായിരുന്നു? 8:48 PM. നമ്മൾ ഉച്ചക്കാ ചോദിച്ചത്. ഇവ എനിക്ക് 8:48 PM മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ട്രിവാൻഡ്രത്ത് അവന്റെ സ്ഥലം. നമ്മൾ ഇവന്റെ IP നോക്കിയായിരുന്നു. ഇവന്റെ കറണ്ട് IP വെച്ച് നമ്മൾ ലൊക്കേഷൻ നോക്കി. ഇവ ട്രിവാൻഡ്രത്തായിരുന്നു ഇവൻ കളിച്ചത് രാവിലെ. അല്ലാത്തുള്ള IP നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയപ്പം ഇവൻ നമ്മുടെ അടുത്ത് VC എന്ന് പറഞ്ഞു വെച്ചാൽ ഇവൻ ബാംഗ്ലൂർ പോയി ഇവന്റെ ലാപ്പായിരുന്നു, അത് വിറ്റിട്ട് ഇവൻ പുതിയ PCക്ക് ഓർഡർ ചെയ്തിട്ട് ഇവൻ തിരിച്ച് നാട്ടിലോട്ട് ബസ്സിൽ വരുവാന്ന്. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കോളിൽ വന്ന്. അപ്പൊ നമ്മള് വിശ്വസിച്ചു നമ്മള്. അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ട് അവൻ പറഞ്ഞു അവനെ PC വിറ്റ ഷോപ്പിൽ അവര് PC റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് POV-യും മറ്റേ PC ചെക്ക് ചെയ്യാനും അവന് വരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് ബ്രോ ആ ഷോപ്പിൽ വിളിക്ക്, എന്നിട്ട് ഷോപ്പിൽ പോയി ഒരു 5 minutes ഇരുന്നിട്ട് നമുക്ക് ജസ്റ്റ് VC വന്നാൽ മതി, ചെക്ക് ചെയ്തിട്ട് ഉടനെ പോകാമെന്നാണ്. അപ്പൊ എനിക്ക് മെസ്സേജ് ഇട്ടതാ, ഹലോ ബ്രോ. അപ്പൊ ഞാൻ പറഞ്ഞു പറ ബ്രോ, അവര് ചെയ്തു എന്ന് റീസെറ്റ്. ഷോപ്പ് ആണ് ലാപ്പിൽ ഇരിക്കുന്നത്, എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാനാണ് PC. കേസ് എന്തായിരുന്നു ഒന്ന് എക്സ്പ്ലെയിൻ ആക്കാവോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഫ്രീ ആണെങ്കിൽ ആർഗണിൽ VC ഇപ്പൊ തന്നെ ഇതിട്ട്. ഇത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നോർമൽ DMs രാവിലെ 5 മണി വരെ അടിച്ചോണ്ടിരുന്ന അല്ല നമ്മള് ചെക്ക് ചെയ്യുന്ന പറയുമ്പോ അത് ഏത് നമ്മൾ ചോദിച്ചായിരുന്നു ട്രെയിനിലാണോ ഫ്ലൈറ്റിലാണോ. അപ്പൊ പറഞ്ഞ പുള്ളി പറഞ്ഞ ബസ്സിലാണ് പോയതാണ്. 6 മണി തൊട്ട് ഉച്ച വരെ എത്ര ബസ് അറിയത്തില്ല. രാവിലെ 6 മണിക്ക് പോയിട്ട് എന്നാലും മിനിമം ഇത്ര ടൈം വേണ്ടേ ബ്രോ. അപ്പം ഇവന് ഉച്ചക്കാ നമ്മളെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോഴൊക്കെ ഇവൻ ബാംഗ്ലൂരിൽ നിൽക്കാന്നാ ഇവൻ പറഞ്ഞത്. ബസ് ബ്രോ അത് അറിയത്തില്ല. നമ്മളാ ടൈം നമുക്ക് ലൈക്ക് ഇപ്പൊ പുള്ളി പറഞ്ഞത് സത്യമാണോ ഇല്ലയെന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മള് ചെക്ക് ചെയ്തായിരുന്നു ആ ടൈമിൽ അങ്ങനെ ഒരു ബസ് ഉണ്ടോന്ന്. ട്രിവാൻഡ്രത്തിൽ നിന്ന് അങ്ങനെ ഒരു ബസ് ഇല്ലായിരുന്നു. മിനിമം 13 മണിക്കൂറൊക്കെയാണ് ലൈക്ക് ബസ്സിന്റെ ടൈം പറഞ്ഞത്. അത്രയൊന്നും പുള്ളി എങ്ങനെ ഒരു 14 മണിക്കൂർ എടുക്കും? ചെന്നൈ ടു കേരള വന്നിട്ട് പോവാ. ഹൈപ്പർ ഫാസ്റ്റ് ഹൈപ്പർ ഫാസ്റ്റ് എന്താ അതിനൊക്കെ? ரொம்ப ஃபார்ல இருக்கேன், சென்னையில இருக்கேன். சென்னை டு கேரளா வந்துட்டு போவேன் கன்ஃபார்ம். நான் கஷ்டம் വലിയ പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു. പുള്ളി ഇങ്ങനെ അല്ല, ഇങ്ങനെയാണ് ടെസ്റ്റ് ഇങ്ങനെയായിരുന്നു. പുള്ളി ഇങ്ങനെ ഇതുവരെ സ്റ്റോറി പറഞ്ഞ് നിർത്തി VC-യിൽ വന്നിട്ട്. അതും PC ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് പുള്ളി കൊണ്ട് ഇത് കൊടുത്തിട്ട് ഇത് റീസെറ്റ് ആയി എന്ന് പറഞ്ഞല്ലേ? ബ്രോ ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ PC സെല്ലാക്കി പുതിയ PC-യിൽ ഇനി വരാന്നൊക്കെയാണ് പറഞ്ഞത്. പുതിയ PC-യിൽ ഒന്ന് PC ചെക്ക് ചെയ്യാന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞിട്ടേക്കും പുള്ളിയുടെ ഗ്യാങ്ങിലുള്ള ഒരുത്തൻ. എന്നിട്ട് ആ പുള്ളിക്കാരെ ഭയങ്കര സൗണ്ട് എഫക്റ്റ് ഒക്കെ ആയിരുന്നു ബസ്സിൽ നിന്ന്, കാറ്റും എല്ലായിരുന്നു. നമ്മള് പിന്നെ ചുമ്മാ മൈക്ക് വെച്ചിട്ട് ഊതി കാണും, അവന്റെ കാറ്റതാണ്.
അറിയത്തില്ല. അളിയാ സിറ്റിയിൽ ഇപ്പൊ കേറുന്ന അതോ ഇവിടെയാണോ? വലിയൊരു വിഷയം നടക്കും കളി. എപ്പോ വരാം? പ്ലീസ് കണ്ടിന്യൂ. ഹലോ മാത്തൻ അവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് വലിക്കാവോ? പിന്നെ എപ്പോ ആര് മാത്തനാര് മാത്തനാര്? KKPP സൈഡിൽ നിന്ന് വന്നാണ് നമ്മളുടെ കാര്യങ്ങളൊന്ന് പറയാൻ. എവിടത്തെ എവിടത്തെ? അവിടെ ഇവന് ബാൻ ഇട്ടായിരുന്നു അതാ. എന്നിട്ട് അതൊക്കെ നടന്നായിരുന്നു. എന്നിട്ട് നമ്മൾ ചുമ്മാ IP എടുത്ത് കറണ്ട് IP നമ്മളെ കൂട്ടത്ത് അന്ന് നമ്മുടെ സെർവറിലെ ഒരു എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ചൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി എന്തോ ഒരു ടൂൾ വെച്ചിട്ട് ഇപ്പം നമുക്ക് സെർവറിലെ നമുക്ക് ഇപ്പം DDoS അടിക്കാൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പുള്ളിനെ നമ്മൾ ഹയർ ചെയ്തായിരുന്നു. അപ്പൊ പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ IP ഒക്കെ ട്രാക്ക് ചെയ്ത് കറണ്ട് ലൊക്കേഷൻ നോക്കാൻ പറ്റും. പക്ഷെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ലൊക്കേഷൻ നോക്കാൻ പറ്റും. അപ്പം അവന്റെ അന്ന് ആ ടൈമിലത്തെ ലൊക്കേഷൻ നോക്കിയാൽ പുള്ളി ട്രിവാൻഡ്രത്തുണ്ട്. പക്ഷെ ഫോൺ ഇരിക്കുന്ന ബാംഗ്ലൂർ. അങ്ങനെയൊക്കെയാ പുള്ളി പറഞ്ഞത്. സംസാരിക്കുന്ന ബാംഗ്ലൂർ ഇരുന്നാ പക്ഷെ പുള്ളിയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നായിരുന്നു. പിന്നെ നമ്മള് തർക്കിക്കാനൊന്നും പോയില്ല. പുള്ളിക്കാരൻ നമ്മൾ പറഞ്ഞ് ഒന്നിൽ PC ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിലേക്ക് നമ്മള് ഇതേപോലെ ബാൻ ഇടുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരന്റെ ഫ്രണ്ട്സും പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്യാങ്ങിലുള്ള HF മെമ്പേഴ്സും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫയലൊന്നും അല്ല സെർവർ സൈഡ് ബഗ്ഗ എന്നൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തു കുറെ. നമ്മള് രണ്ടു ദിവസം കറക്റ്റ് എന്ന് വെച്ചാൽ ഇവര് അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എന്നാൽ നമ്മളൊരു ടൈം എടുത്തിട്ട് ഒരു 1.5 ദിവസം ഫുള്ള് നമ്മൾ സെർവറിനകത്ത് കയറി വേറെ ഈ ACMലെ മെമ്പേഴ്സ്, ഈ നീലിനൊക്കെ അറിയാം, ACMലെ തന്നെ കുറെ പേരെയൊക്കെ നമ്മൾ രാത്രി കയറ്റിയിട്ട് ഇങ്ങനെ ഒരു ബഗ് ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മനസ്സിലായി സെർവറിന്റെ ബഗ് അല്ല എന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മള് കോസ്മിക്കിലൊരു അഡ്മിൻ ഉണ്ടായിരുന്നു. അഡ്മിൻ അല്ല സംഭവം, നമുക്ക് റിപ്പോർട്ട് വന്ന കോസ്മിക്കിലൊരു പ്ലെയറിന്റെ അവൻ നമ്മൾ ഈ PO ഇങ്ങനെ VC എന്തോ കാണിച്ച സമയത്ത് നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് ഒരു പയ്യന് അവന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോസ്മിക്കില് ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ കോസ്മിക് കളിക്കുന്ന സമയത്ത് വെച്ചാൽ സോൺ ക്യാപ്ചറിങ് അതിലുള്ള പരിപാടി കോസ്മിക് കളിച്ചവർക്ക് അറിയാം. അപ്പൊ ഈ സോൺ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സോണിൽ നിന്ന് മെയിൻ സോണിലോട്ട് നമ്മൾ പോണ സമയത്ത് വെളിയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ചാവും. അതെങ്ങനെയെന്ന് വെച്ചാൽ അതിന്റെ മെക്കാനിസം വെച്ചാൽ ഒരു ചീറ്റ് ഉണ്ട്. അത് ഒരു സോൺ ക്രിയേറ്റ് ചെയ്യും. ആ സോണിനകത്ത് ആരൊക്കെ പോയാലും 1 ടാപ്പിൽ ചാവുമ്പോ കിൽ ഫീൽഡ് ഫിസ്റ്റേ കാണിക്കത്തുള്ളൂ. അത് കോസ്മിക്കിൽ ഇപ്പോഴും ഉണ്ട് ആ ഫയൽ യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സ്. അപ്പം ഇവ അത് വന്ന് റിപ്പോർട്ട് ചെയ്ത്. അപ്പൊ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോ നമുക്ക് കാര്യം മനസ്സിലായി. കാരണം നമ്മൾ കോസ്മിക്കിൽ ഒരു അഡ്മിൻ ഉണ്ടായിരുന്നു ആ സമയത്ത്, തമിഴ് അഡ്മിൻ. പുള്ളിക്കാരൻ നമ്മൾ VCയിൽ പോയി, കോസ്മിക്കിന്റെ തന്നെ VC പോയിട്ട് നമ്മൾ വെരിഫൈ ചെയ്തായിരുന്നു ഈ സംഭവം ഉണ്ടോ എന്ന്. എന്നിട്ട് ഇവന്റെ POV കാണിച്ചു കൊടുത്തപ്പോ അഡ്മിൻ പറഞ്ഞത് ഇത് ഫയലാണ്, ഇത് ഓൾറെഡി കോസ്മിക്കിൽ യൂസ് ചെയ്യുന്ന ചീറ്റ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ CK മാരത്ത് നമ്മൾ വിളിച്ചിട്ട് നമ്മൾ നോർമലി പറഞ്ഞു, ഇപ്പൊ നീ യൂസ് ചെയ്യുന്ന ഫയലാണെങ്കിൽ തന്നെ നീ ചിലപ്പം ഇവര് തമ്മിൽ സിറ്റുവേഷൻ ആണെങ്കിൽ 12 മണിക്കോ 11 മണിക്കോ ആണ്, 6 മണി വരെ ACM ഈ ബാനക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് അടിക്കുമായിരുന്നു. ഇവര് കുറെ വട്ടം ഡൗൺ ആയി, വാറിൽ ഡൗൺ ആയി, പ്രീവാർ ഡൗൺ ആയി, പിന്നെ അടിച്ചടിച്ച് ഒരു ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഫ്രസ്ട്രേഷനിൽ ഇങ്ങനെ ഫയൽ ഇട്ടാണ് നീ സമ്മതിക്ക് നമ്മൾ ബാൻ ഇടത്തില്ല, ഒരു വട്ടത്തേക്ക് ക്ഷമിക്കാന്നൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു. അങ്ങനെയെങ്കിലും ഇവൻ പറയുമെന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ ഇവൻ പറഞ്ഞില്ല. ലാസ്റ്റ് ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചപ്പോ ഇവൻ കയറി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഫയൽ ഇട്ടെന്ന് തന്നെ വെച്ചു. അവ എക്സാമ്പിൾ പറഞ്ഞതാ, അവ ഇപ്പൊ ഫയൽ ഇട്ട സ്വന്തം ടീംമേറ്റിനെ ആരെങ്കിലും കൊല്ലുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ വിട്ടതുകൊണ്ട് അഡ്മിൻ പറഞ്ഞ് എടാ ഫയലിന് അറിഞ്ഞുകൂടാ അത് ടീംമേറ്റ് ആണോ അല്ലേന്ന്, അത് എല്ലാരെയും കൈ കിട്ടണം, എല്ലാരും എയിം ലോക്ക് ചെയ്ത് അടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവനങ്ങ് ട്രിഗറായിട്ട് അഡ്മിന്റെ ഓണറിനെയൊക്കെ തള്ളക്കി വിളിച്ച് CK മാരി ഓണറിനെയൊക്കെ അങ്ങ് ഇരുന്ന് തള്ളക്കി വിളി തുടങ്ങി. ഫയലിന് അറിഞ്ഞൂടല്ലോ ഇനിമിയാണോ അവൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഇട്ട് കഴിഞ്ഞാൽ ടീംമേറ്റിനെ അടിക്കത്തില്ലെന്ന്. അപ്പൊ നമ്മൾ തിരിച്ചു വിളിച്ച് ഇവൻ പിന്നെ തെറിവിളി തുടങ്ങി. അപ്പം നമ്മള് പിന്നെ നിർത്തിയില്ല. നമ്മൾ അടുത്ത ദിവസം രാത്രി നമ്മളും തിരിച്ചു വിളിച്ച്. പിന്നെ നമ്മള് KKPPയില് നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു. സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ PC ചെക്കറും പിന്നെ നീല് പിന്നെ അവിടുത്തെ PC ചെക്ക് ചെയ്യുന്ന അഡ്മിൻസ് നമ്മൾ അങ്ങോട്ട് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അവര് കൺഫേം ചെയ്ത് ഇത് ചീറ്റ് ആണെന്നുള്ളത്. അതിനുശേഷം നമ്മൾ സിയോണില് സ്കൈക്ക് ഇത് ഫോർവേഡ് ചെയ്തു. സ്കൈ പറഞ്ഞു ഇത് ചീറ്റ് ആണെന്ന് സ്കൈ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ സോമനാ ഫോർവേഡ് ചെയ്തേ. അപ്പോ സ്കൈ പറഞ്ഞു, സ്കൈയുടെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. സ്കൈക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് സ്കൈ ഉടനെ തന്നെ അവന് PvP വാൻ അവിടെ ഇട്ടു. പിന്നെ വേറെ നമുക്ക് KKPP, ആർഗൺ, ഇതേപോലെ സിയോൺ, ഇവിടെ 3 ഇടത്താ ഇട്ടത്. പിന്നെ നമ്മൾ എക്സ്ലാൻഡിസി ഒന്ന് റിപ്പോർട്ട് ചെയ്തപ്പോ അന്ന് എനിക്കറിയത്തില്ല ആരാ VC വന്നേന്ന്.
എനിക്ക് തോന്നുന്നു ഹയർ ആരൊക്കെയാണ്, ഡോക്ടർ ബ്രോ ഉണ്ടായിരുന്നു, പിന്നെ എലീജ, അവരാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് നമ്മൾ ജസ്റ്റ് വെരിഫൈ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം PC സെല്ലാക്കിയെന്നൊക്കെ നമ്മളത്തെ സ്റ്റോറി പറഞ്ഞില്ലേ, എക്സ്ലാൻഡീസി ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോമനും ഞാനും, അതായത് ഞാനും സോമനും ആ PC ചെക്ക് ചെയ്യുന്നത്, അത് ഇവൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവൻ ഈ ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കിയെന്ന് എക്സ്ലാൻഡീസി പറഞ്ഞു. എന്നിട്ട് എക്സ്ലാൻഡീസിൽ PC ചെക്ക് ചെയ്തു എന്നൊക്കെയാണ് അവ ഇപ്പൊ പറയുന്നത്. സംഭവം നമുക്കത് അറിയത്തില്ല, നമ്മളതൊന്നും വെരിഫൈ ചെയ്തില്ല. പിന്നെ ഇവന്റെ ഹാർഡ്വെയർ റെഡി 2 ആയിരുന്നു, അതിപ്പോഴും നമുക്ക് ഉറപ്പാണ്. ഇവന്റെ ഹാർഡ്വെയർ റെഡി 2 ആയിരുന്നു. കാരണം ഇവൻ രാവിലെ 6 മണിക്ക് ഇവന്റെ PC കളിച്ചതല്ല, ഇവൻ പിന്നെ എക്സ്ലാൻഡീസ് കളിച്ചത്. അതായത് ഇവന്റെ എക്സ്ലാൻഡീസിലെ ഹാർഡ്വെയർ റെഡി നമുക്ക് അവിടെ നിന്ന് ഏതോ അഡ്മിൻ നമുക്ക് സ്ക്രീൻ ഷെയർ അല്ല, നമുക്ക് അഡ്മിൻ അവിടെ VC ഇരുന്ന് തന്നെ വായിച്ചായിരുന്നു, ഇങ്ങനെ ഹാർഡ്വെയർ റെഡി ID ഇതാണോ ലാസ്റ്റ് ഇതാണോ ഫസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ലൈസൻസ് കീ. ആ സമയത്ത് നമ്മുടെ ഹാർഡ്വെയർ റെഡിയും ഇവന്റെ ഹാർഡ്വെയർ റെഡി ഒട്ടും മാച്ചിങ് അല്ലായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് എക്സ്ലാൻഡീസുകാര് നമുക്ക് പിന്നെ അവരുമായിട്ട് സംസാരിക്കാൻ നിന്നില്ല. അവര് ഇവന്റെ കേസ് എടുത്തോളാം, ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോയി. ഞാൻ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ കൂട്ടത്തിൽ കുറച്ച് പല ബ്രെയിൻ ഉള്ളവൻ അവനാ, മനസ്സിലായ? ഇവന് ബ്രെയിൻ എന്ന് പറഞ്ഞ് കളിയാക്കരുത്, ഇവന് ബുദ്ധിയുണ്ട്, ഇവന് ബ്രെയിൻ ഉണ്ട്, പറയുകയും ചെയ്യാം. ബാക്കി പിന്നെ അടിച്ചു കൊടുക്കാല്ലേ. അല്ല, നമ്മളവിടെ മാറ്റമൊന്നുമില്ല എന്തായാലും ബാന്. അല്ലടാ, ഈ വൺസ് ഫയലിട്ട് പിടിച്ചവന്മാരെ ഒന്നും ഒരു റെപ്യൂട്ടഡ് സെർവറിലും കളിപ്പിക്കരുത്. അതാണ് ഏറ്റവും വേണ്ടുന്ന കാര്യം, മനസ്സിലായ? അത് ആ സാധനം കൊണ്ടുവന്നാൽ മതി ഇവനെയൊക്കെ എടുത്തു വെച്ച് കളയാൻ. ഓരോ മെസ്സടി കേൾക്കണം. മെസ്സടിക്കുള്ളതിന്റെ റിപ്ലൈ ആണ് തന്നത്. മെസ്സടിക്ക് വേറെ ഒന്നിനും ഉള്ളതല്ല, മെസ്സടിക്കുള്ള റിപ്ലൈ ആണ് നമ്മളിപ്പോ തന്നത്. പഴയ ഓഡിയൻസിനൊന്നും അറിയില്ല, പുതിയ ഓഡിയൻസിനൊന്നും ഇതൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഇത് വിളിച്ചു നിർത്തി പറഞ്ഞത്, മനസ്സിലായ? അപ്പൊ അടിക്കുമ്പോ ഞാൻ